ഇത് പുറയിൽ കാണുന്ന ഈ സ്റ്റേജ് എൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. മീനച്ചി പഞ്ചായത്തിൻ്റെ മീനച്ചിലാറിൻ്റെ തീരത്തൂടെ ഒഴുകുന്ന ഈ മനോഹര ഈ ഭൂമിയിൽ ഓക്സിജൻ മീനച്ചിൽ ബാംബു ഓക്സിജൻ പാർക്കാണ് ഇവിടെ. ഇവിടെ ശരിയായ ഓക്സിജൻ കണ്ടൻറ്റ് ശരിക്കുണ്ട്. ചുറ്റെത്തി മുളങ്കാടുകളാണ്. ഇതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഇതുവരെ 52 അടി നീളവും 52 അടി വീതിയുമുള്ള ഒരു സ്റ്റേജാണ്. ഇതിനെ ഒന്നും നനയാതെ ഞാനാക്കും, നല്ല ഭംഗിയാക്കി അതാക്കും. നമ്മുടെ ഇക്കോ സിസ്റ്റത്തിലുള്ള ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഫങ്ഷൻസ് ഇവിടെ നടത്തണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വലിയ ഇത് എന്നാ നമ്മുടെ കൺവെൻഷൻ സെൻറ്ററുകളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഒരു പ്രോഗ്രാം അത് നടത്താൻ പറ്റുമെന്ന് എൻ്റെ മകൻ്റെ കല്യാണം ഇവിടെ വെച്ച് ഞാനത് മനസ്സിലാക്കി. അതിന് സാധാരണക്കാരന് പ്രാപ്യമായ രീതിയിൽ ആർക്കും ഈ ഇത്രയും മനോഹരമായി ഇത് 2 ഏക്കർ 64 സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്നത് തന്നെ. അപ്പോൾ ഈ സ്ഥലത്ത് ഏറ്റവും ഭംഗിയായിട്ട് ആർക്കും എന്ത് ഫംഗ്ഷനും മഴക്കാലത്തുള്ള ബുദ്ധിമുട്ടിന് മാത്രം അതിനുള്ള സംവിധാനവും ഞാൻ ചെയ്യും. ബാക്കിയുള്ള ഭൗതിക കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ഈ സമൂല ഈ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് പല പരിപാടികൾ നടത്താൻ കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതോടൊപ്പം മീനച്ചിലാറിൻ്റെ തീരത്ത് നല്ല വെള്ളം എപ്പോഴും ഉള്ളതുകൊണ്ട് നല്ല കയാക്കിങ്ങോ ബോട്ടിങ്ങോ അങ്ങനെയൊക്കെയുള്ള ഒരു ടൂറിസം, അഗ്രി ടൂറിസം, ഒരു നമ്മുടെ ഫാർമേഴ്സിന് പറ്റുന്ന ഒരു ഉത്തരവാദിത്ത ഒരു ടൂറിസം നമ്മളിതിനകത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അത് ജനങ്ങൾ കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ധാരാളം ആൾക്കാരിപ്പോൾ ഇവിടെ വന്ന് വെറുതെ വന്ന് കണ്ടു കേട്ട് പോകുന്നുണ്ട്. ചിലർ വന്ന് ഫിലിം പിടിക്കാൻ വരുന്നുണ്ട്. ചിലരിതുപോലെ അവരുടെ കല്യാണത്തിൻ്റെ സേവ് ഡേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് വന്ന് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിവിധ പരിപാടികൾ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ഇവിടെ ഏതായാലും ഈ തേക്ക് മരങ്ങളൊക്കെ ഉള്ളത് അതങ്ങ് വളർന്നോളും. ഇവിടെ മനോഹരമായിട്ട് നമുക്കിത് ചെയ്യുകയും ചെയ്യാം. ഈ സ്റ്റേജിൽ 2 ഏക്കർ 64 സെൻറ്റ് സ്ഥലമാണ് ഈ ഭാഗം. അപ്പോൾ ഇവിടെ എത്ര നല്ല പ്രോഗ്രാം വേണേലും നമുക്കിവിടെ ചെയ്യാം. കല്യാണങ്ങൾ നടത്താം, സാധാരണക്കാരന് ചെയ്യാം. വലിയ കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള കൺവെൻഷൻ സെൻറ്ററുകളല്ല ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എല്ലാവർക്കും ഒരു അവബോധം കൊടുക്കണം. ആ കോൺക്രീറ്റ് സംവിധാനം മാറി നമുക്കൊരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടത്താൻ പറ്റുമെന്നുള്ളത് എനിക്കത് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ കല്യാണം വളരെ മനോഹരമായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റി. ഇതൊക്കെ ഇലുമിനേറ്റ് ചെയ്തുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഞാനിവിടെ നടത്തിയതാണ്. അപ്പോൾ എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു, കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അത് വിജയിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു കാര്യം പാലാ ടൗണിൽ നിന്നും ഭരണങ്ങാനത്തു നിന്നൊക്കെ ആയിട്ട് 2 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ ഒരു മനോഹരമായ ഒരു പ്രദേശമാക്കി ഈ നാടിന് ഗുണകരമായ ഒരു സംഭവം ഇതിനകത്തൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു കാഴ്ചപ്പാട് ഉണ്ടാകാം, ഇതൊക്കെ നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഇപ്പോൾ ഒരു സാധാരണക്കാരന് പോലും ഒരു ചെറിയ തുക കൊടുത്തുകൊണ്ട് ഇവിടെ കല്യാണം നടത്താനും ഇവിടെ അവൻ്റെ എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം കൊടുക്കണം. ഇപ്പം ഭരണങ്ങാനത്തും അല്ലെങ്കിൽ വാഗമണ്ണും ഒക്കെ പോകുന്ന ഈ ടൂറിസ്റ്റുകൾക്ക് ജസ്റ്റ് അവരിങ്ങോട്ടൊന്ന് കയറി ഒരു ടൂറിസ്റ്റ് ബസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഫ്രഷ് ആകണം, അതിനുള്ളൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഇതെല്ലാം കണ്ട് പുതിയ രീതിയിലുള്ള കൃഷി കാര്യങ്ങൾ പഠിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ സ്വപ്നങ്ങളേ ഉള്ളൂ എനിക്കുള്ളത്. ഇതൊരു ഇരിപ്പിടമാണ്, നമ്മളൊരു ഇക്കോ സിസ്റ്റത്തിലുള്ള ഒരു ഇരിപ്പിടമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. നല്ല ബാമ്പുവിനകത്ത് നല്ല ഓക്സിജൻ ശ്വസിച്ച് നല്ല സൂപ്പറായിട്ട് ഇവിടെ ഇരുന്ന് പല മീറ്റിങ്ങുകളും കൂടാം. ഞാൻ ഈ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റും കൂടി ആയതുകൊണ്ട് ഞങ്ങളുടെ ദേശീയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി അതിങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. അത് അവർക്കും ഭയങ്കരമായ ഒരു അറിവായിരുന്നു. ഈ മുളയൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ളൊരു ഗുണമുണ്ടല്ലോ എന്നുള്ളത്. ഇത്രയും നല്ല ഓക്സിജൻ ഒക്കെ ശ്വസിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല കാലാവസ്ഥയിൽ മഴയില്ലാതിരിക്കുകയാണെങ്കിൽ നല്ല ഇതാണ്. അപ്പം ഇപ്പോൾ ഈ ഇരിപ്പിടങ്ങൾ നമുക്കൊരു 100-150 പേർക്ക് ഇരിക്കാവുന്നത് പോലെയാണ്. നല്ല സ്ട്രോങ് ആണിത്. പക്ഷേ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന മുളയല്ല. അതുകൊണ്ട് ഉള്ള പ്രോബ്ലം ഒരു 2 കൊല്ലം കഴിയുമ്പോഴേക്കും ഇത് ചിലപ്പം പോയേക്കാം. ഇതിപ്പം 2 വർഷമാകാൻ പോകുന്നു, എന്നാലും സ്ട്രോങ് ആണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസം പഞ്ചായത്തിൻ്റെ ഒരു മീറ്റിംഗ് ഇവിടെ വെച്ച് നടത്തി. അവർ ഒരു ഈക്കോ കാർബണിൻ്റെ അങ്ങനെയുള്ളൊരു പരിപാടികൾക്കായിരുന്നു അവർ വെച്ചിരുന്നത്. അതുപോലെ ഓർഗാനിക് ഫാർമേഴ്സിൻ്റെ മീറ്റിംഗ് മഹാരാഷ്ട്ര, പഞ്ചാബ്, ഹരിയാന അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ആലുവായി വന്നിട്ട് അവർ ഇവിടെയാണ് വന്ന് കണ്ടിട്ട് അവർ പോയത്. വളരെ ഹാപ്പി ആയിട്ടാണ് അവർ പോയത്, അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു അറിവുകൾ പകർന്നു കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ മീറ്റിങ്ങുകൾ കൂടാൻ പലർക്കും താല്പര്യമുണ്ട്. ഒരു ദിവസം ഞാനിവിടെ നടന്നു വരുമ്പോൾ ഇതിനകത്ത് ഈ കോളേജ് പിള്ളേർ വലിയൊരു ബർത്ത്ഡേ പാർട്ടി നടത്തുക.
അപ്പോൾ ഇതൊക്കെ ഓരോ പിള്ളേരൊക്കെ വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്താണ് ഇപ്പം പോകുന്നത്. ഇപ്പോൾ ഓപ്പൺ ടു ഓൾ ആയിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തെല്ലാം ഒരു റെസ്ട്രിക്ഷൻസൊക്കെ വെക്കേണ്ടി വരും. ഇതിൻ്റെ ചുറ്റെത്തി 3 വശവും നല്ല മുള തന്നെ വന്ന് നിൽക്കും. ഇതൊരു 2 വർഷം 3 വർഷം കൂടെ കഴിയുമ്പോഴേക്കും വളരെ മനോഹരമാകുന്ന ഒരു പ്രകൃതി ഭംഗി ഇവിടെ ഉണ്ടാകും. ഇവിടെ നല്ല ഒരു ഇക്കോ സിസ്റ്റം ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ മുളകൾ വിവിധ തരം വെച്ചിരിക്കുന്നത് ജനങ്ങളെ പഠിപ്പിക്കാനും അവർക്ക് മുളയുടെ ഗുണത്തെപ്പറ്റി മനസ്സിലാക്കാനുമെല്ലാമായിട്ട് അവർക്ക് ഫീൽ ചെയ്ത് അവർക്ക് അനുഭവിച്ച് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ മുളങ്കാട്. അപ്പോൾ അത് വയ്ക്കുവാനുള്ള ഭൗതിക സാഹചര്യമുണ്ട്. മീനച്ചിലാറിൻ്റെ നല്ല മനോഹരമായ തീരമായതുകൊണ്ട് ഈ മീനച്ചിൽ ബാംബു ഓക്സിജൻ പാർക്കിൽ നമുക്ക് ഈ ആറിൻ്റെ തീരം എപ്പോഴും വെള്ളവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് നല്ല കയാക്കിങ്ങോ ബോട്ടിങ്ങോ അല്ലെങ്കിൽ ഉള്ള പെടലോ അങ്ങനെയുള്ള പല പരിപാടികളുണ്ടല്ലോ, കുട്ടവഞ്ചിയോ ഒക്കെ വെച്ച് എന്ത് വേണേലും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വേറൊരു കാര്യമുള്ളത്, ഈ ജനങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഈ മുളയെപ്പറ്റിയുള്ള ഒരു അവബോധവും അതുപോലെ ഓക്സിജൻ്റെ ഡിഫറൻസും പഠിച്ച് കഴിയുമ്പോഴാണ് ശരിക്കും അവർക്കതിനകത്തുള്ള താല്പര്യം കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ചിന്തകളും ആഗ്രഹങ്ങളുമാണ് കാർഷിക മേഖലയിൽ ഞാൻ ഈ കിസാൻ സർവീസ് സൊസൈറ്റി ആയിട്ട് പ്രവർത്തിച്ച് വരുന്നത് കൊണ്ടാണ് എനിക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളത് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് ലോകത്തിൽ മുളയ്ക്ക് അനന്ത സാധ്യതകളാണ്. ഞാൻ അവിടെ നരേന്ദ്രമോദിയെ പ്രത്യേകം ഞാൻ ഓർമ്മിക്കുകയാണ്. കാരണം ഇത് ഫോറസ്റ്റിൽ നിന്ന് തന്നെ എടുത്ത് നേരെ കൃഷി മേഖലയിലോട്ട് വെച്ചപ്പോഴാണ് നമ്മൾക്ക് കർഷകർക്ക് അതുപോലെ ഇത് മനസ്സിലാകുന്നത്. ഇപ്പോൾ ആദ്യം മാറ്റത്തിന് ചിന്തിക്കാൻ തോന്നുന്ന അനവധി പേരുണ്ട്. ഇപ്പം റബ്ബറിൽ നിന്ന് ഒരുപാട് പേര് മാറി റംബുട്ടാനും മറ്റു മേഖലയും ജാക്ക് റവല്യൂഷനൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് പ്രകൃതിക്ക് അനുയോജ്യമായ കൃഷിയാണ് ഭാരതത്തിന് എല്ലാവർക്കും ഗുണകരമായ ഒരു പ്രയോജനമാണ് നമ്മൾ ഈ ചെയ്യുന്നതെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഇതുവരെ ഉള്ളതെല്ലാം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലായിരുന്നത് കൊണ്ട് ഉള്ള കുഴപ്പം ഇത് കൊട്ട, വട്ടി, മരമ്പ്, നെയ്ത്ത് ഇങ്ങനെയുള്ളതല്ലാതെ വേറൊരു രീതിയിലേക്ക് ചിന്തിച്ചിട്ടില്ലായിരുന്നു കർഷകർ. ആ കർഷകർ ഇന്നിപ്പോൾ കർഷകർക്ക് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു വരുന്നുണ്ട്. അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് വേണം കളിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഹാപ്പിയായി. ചെറിയ പരിപാടികൾ വേണം ഇവിടെ നമുക്ക് ചെയ്യാം. അതിനുള്ള വിവിധ പദ്ധതികൾ ഉണ്ട്. ഇതെല്ലാം ഒന്ന് ചെയ്യണമെന്നുണ്ട് എനിക്ക്. അങ്ങനെ ഒരു മനോഹരമായ ഒരു ഭാഗമാക്കി മീനച്ചിൽ ബാംബു ഓക്സിജൻ പാർക്കിനെ വളർത്തണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം.